വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുള്ള ജേണൽ എൻട്രീസ്, ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു എക്സ്പെൻസ് ആണ്, അതേസമയം ഇത് പാർട്ട്ണർക്കൊരു ഗെയിനാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, ഒരു സ്ഥാപനത്തിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യാറുള്ളൂ. ലോസ് ആണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേയ്മെന്റ് നടത്തില്ല. ഇനി നമുക്ക് ആദ്യം തന്നെ നോക്കാം, എന്തിനാണ് ഈ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് അലൗ ചെയ്യുന്നത്. ഇപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ പാർട്ട്നേഴ്സ് ടു ദി ഫേം. അത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള രണ്ട് കാരണമാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് വൺ, ഇഫ് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദി ബിസിനസ് വുഡ് ഏൺ എ നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ക്യാപിറ്റൽ എമൗണ്ട് ബിസിനസ്സിനല്ല വേറെ എവിടെയെങ്കിലും ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് വേണ്ടാന്ന് വെച്ചാണ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ദെൻ രണ്ടാമത്തെ കാരണം നമ്മൾ പറയുന്നത്, ഇഫ് പാർട്ട്നേഴ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ടു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് എല്ലാ പാർട്ട്നേഴ്സും കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഈക്വൽ ആയിരിക്കണം എന്നില്ല. അപ്പോൾ കൂടുതൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തവർക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ടല്ല സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ആൻ എക്സ്പെൻസ് ഓർ ലോസ് ടു ദി ഫേം ആൻഡ് എ ഗെയിൻ ടു പാർട്ട്നേഴ്സ്. ഇറ്റ് ഈസ് നോട്ട് പേയബിൾ ഇഫ് ദി ഫേം ഈസ് വർക്കിംഗ് അറ്റ് എ ലോസ്. ഒരു വർഷം നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, ഇത് ഒരു ഫേം ലോസ് ആണ്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള പ്രോബ്ലം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് ഇവിടെ നോട്ട് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു പീരിയഡ്. പിന്നെ നമ്മളോട് ഒരു വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഇതിനുള്ള ജേണൽ എൻട്രീസ് എഴുതാനായിട്ട്. അപ്പോൾ എന്താണ് ആ ജേണൽ എൻട്രി നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാനുള്ള ജേണൽ എൻട്രി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിനുശേഷം ഇനി അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ ടു ക്ലോസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്, അതല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ ക്ലോസ് ചെയ്യാനുള്ള ജേണൽ എൻട്രി നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡേറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ രണ്ട് ജേണൽ എൻട്രീസും നമുക്ക് പഠിക്കണം. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച 3-4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. Abu and Babu are partners sharing profits equally. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണ്. Their capitals as on 1st January 2018 were rupees 1 lakh and rupees 1,50,000. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണ്, പക്ഷേ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് എമൗണ്ട് ആണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ക്യാപിറ്റലും തമ്മിൽ റിലേഷൻ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നെക്സ്റ്റ് സെന്റൻസ്, കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദി റേറ്റ് ഓഫ് 6% പെർ ആനം ഫോർ ദി ഇയർ എൻഡിങ് 31st December 2018. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ഡേറ്റും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 31st December 2018 എന്നുള്ളത്.
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എപ്പോഴും ഓപ്പണിംഗ് ക്യാപിറ്റലിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു പീരിയഡ്. അപ്പോൾ ഇവിടെ നമുക്ക് 1st ജാനുവരി ടു 31st ഡിസംബർ ആണ്. അപ്പോൾ 1 ഇയർ ആണുള്ളത്. പിന്നെ അബുവിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അബുവിൻ്റെ ക്യാപിറ്റൽ 1 lakh ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണ്. അപ്പോൾ 1 lakh ഇൻറ്റു 6/100 ഇൻറ്റു 1 ദാറ്റ് ഈസ് 6000 എന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് ബാബുവിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. 1,50,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 ദാറ്റ് ഈസ് 9,000. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മാർച്ച് 2025 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ശ്യാം ആൻഡ് സനൽ ആർ ഈക്വൽ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് ₹50,000 ആൻഡ് 40,000 റെസ്പെക്റ്റീവ്ലി ആസ് ഓൺ 1st April 2023. അതായത് നമുക്കിവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട് രണ്ടുപേരുടെ. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദി റേറ്റ് ഓഫ് 10% പെർ ആനം ഫോർ ദി ഇയർ എൻഡിങ് March 31st, 2024. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. നമുക്ക് ക്ലോസിംഗ് ഡേറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 സിറ്റുവേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് കേസ് പറയാം. ഇഫ് ദി ഫേം ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് ₹20,000 ഡ്യൂറിങ് ദി ഇയർ. പ്രോഫിറ്റ് ആണ് ഫേം ആ വർഷം ഏൺ ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾ ആദ്യം എഴുതണം. ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു പീരിയഡ്. ഇവിടെ ശ്യാമിൻ്റെ ക്യാപിറ്റൽ 50,000 ആണ്. റേറ്റ് 10/100 ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5,000 കിട്ടും. ഇനി നമുക്ക് സനലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോക്കാം. 40,000 ഇൻറ്റു 10/100 ഇൻറ്റു 1 ദാറ്റ് ഈസ് 4,000. രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദി ഫേം ഇൻകേർഡ് എ ലോസ് ഓഫ് ₹5,000 ഡ്യൂറിങ് ദി ഇയർ. ആ വർഷം ഫേം ലോസ് ആണ് ഇൻകർ ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ നോട്ട് ചെയ്ത പോയിന്റാണ്. ഫേമിന് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേയ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് പേയബിൾ ഇഫ് ദി ഫേം ഇൻകേർഡ് എ ലോസ് എന്ന് എഴുതി വെച്ചാൽ മതി. ദെൻ അടുത്തൊരു പ്രോബ്ലം 2020 തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. രഞ്ജിത്ത് ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. ഓൺ 1st January 2017 ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വാസ് ₹2,20,000. ഓപ്പണിംഗ് ക്യാപിറ്റലാണ് നമുക്ക് തന്നിരിക്കുന്നത് 2,20,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% പെർ ആനം. നെക്സ്റ്റ് സെന്റൻസ്. Ranjit introduced additional capital of ₹80,000 on 1st July 2017. അതായത് നമ്മൾ നോക്കേണ്ട കാര്യം ഇതാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞത് 1st January 2017 ആണ്. ഓപ്പണിംഗ് ഡേറ്റ് 2,20,000 ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അതിനുശേഷം ഇയാൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത് 1st Julyയിലാണ്. അപ്പോൾ അതുവരെ 1st July വരെ ഇയാളുടെ ക്യാപിറ്റൽ 2,20,000 ആണ്. അപ്പോൾ നമുക്ക് 1st January മുതൽ 30th June വരെയുള്ള 6 മാസത്തേക്ക് നമുക്ക് 2,20,000-ന് 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. നോട്ട് ചെയ്യേണ്ട പോയിന്റ്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് വരെയുള്ള ഡേറ്റ്. ഇപ്പോൾ 2,20,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12. 6/12 എന്ന് പറഞ്ഞാൽ 1st January മുതൽ 30th June വരെയുള്ള 6 മാസം ചെയ്യുമ്പോൾ നമുക്ക് 6,600 കിട്ടും. ദെൻ അടുത്ത സെൻറ്റൻസ് നമ്മളോട് പറഞ്ഞത് എന്താണ്? 1st July 2017 ഇയാൾ 80,000 കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇയാളുടെ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 2,20,000 പ്ലസ് 80,000 3 lakh ആയിട്ട് മാറി. ദെൻ അതിൻ്റെ കൂടെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് വിഡ്രൂ 50,000 ഓൺ 1st October.
അപ്പോൾ 1 ഒക്ടോബർ വരെ മാത്രമേ എത്രയുള്ളൂ ക്യാപിറ്റൽ 3 lakh ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1 ജൂലൈ മുതൽ 1 ഒക്ടോബർ വരെയുള്ള, അപ്പോൾ നമുക്ക് എത്ര മാസമുണ്ട്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഒക്ടോബർ 1 ആണ്, അപ്പോൾ നമുക്ക് ഒക്ടോബർ എടുക്കേണ്ട ആവശ്യമില്ല. 3 മാസത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 3 lakh ഇൻറ്റു 6/100 ഇൻറ്റു 3/12 3 മാസത്തേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്കപ്പോൾ 4500 കിട്ടും. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 ഒക്ടോബറിൽ ഇയാൾ 50,000 വിഡ്രോ ചെയ്തു. അപ്പോൾ ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം നമുക്ക് എത്രയാണ് ക്യാപിറ്റൽ ഉള്ളത്? 3 lakhൽ നിന്ന് 50,000 കുറച്ചപ്പോൾ 2,50,000 ആണ് ക്യാപിറ്റൽ. അപ്പോൾ ഇനിയുള്ള 3 മാസം, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം നമ്മൾ എന്ത് ചെയ്യണം? 2,50,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 2,50,000 ഇൻറ്റു 6/100 ഇൻറ്റു 3/12 ദാറ്റ് ഈസ് 3,750. അപ്പോൾ ഒരു വർഷത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? 6,600, അതായത് 2,20,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടത് പ്ലസ് 3 lakh ഇൻട്രസ്റ്റ് 3 മാസത്തെ കണ്ടു 4,500 പ്ലസ് 2,50,000 3 months കണ്ടപ്പോൾ 3,750 കിട്ടി. 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 14,850 എന്ന് കിട്ടി. ഇനി നമുക്ക് മാർച്ച് 2025 ചോദിച്ച ഒരു ചെറിയ ക്വസ്റ്റ്യൻ നോക്കാം. Ajay, Sachin and Dravid are partners sharing profits in the ratio of 2:1:1. Their capitals as on April 1st, 2023 were Ajay 1 lakh, Sachin 60,000 and Dravid 40,000. After the final accounts for the year 2023-24 have been prepared, it was discovered that interest on capital at the rate of 10% per annum has not been recorded in the books of accounts. Give journal entry. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജേണൽ എൻട്രി എഴുതാനാണ്. അപ്പോൾ 3 marks ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പേരുടെയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു പീരിയഡ്. അപ്പോൾ അജയുടെ ക്യാപിറ്റൽ 1 lakh ആണ്. അപ്പോൾ 1 lakh ഇൻറ്റു 10/100 ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് 10,000 എന്ന് കിട്ടും. സച്ചിൻ്റെ 60,000 ആണ്. 60,000 ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ 6,000 കിട്ടും. ദ്രാവിഡിൻ്റെ 40,000 ഇൻറ്റു 10/100 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 4,000 എന്നും കിട്ടും. നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്, ജേണൽ എൻട്രി എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി വരുന്നത് ഓർക്കണം, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 31st മാർച്ചിലാണ്, അക്കൗണ്ടിങ്ങിൻ്റെ അവസാനത്തിൽ. അപ്പോൾ ഫസ്റ്റ് എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ ടു അജയ്സ് ക്യാപിറ്റൽ ടു സച്ചിൻസ് ക്യാപിറ്റൽ ടു ദ്രാവിഡ്സ് ക്യാപിറ്റൽ. അപ്പോൾ 3 പേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു. അജയ് 10,000, സച്ചിൻ 6,000, ദ്രാവിഡ് 4,000 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20,000. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ 20,000. ദെൻ നരേഷനും എഴുതാം. ദെൻ രണ്ടാമത്തെ ജേണൽ എൻട്രി വരുന്നത് എന്താണ്? അഡ്ജസ്റ്റിംഗ് എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡേറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ജേണൽ എൻട്രി. അപ്പോൾ എമൗണ്ട് 20,000. ഇനി നമുക്ക് 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയേക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, നോക്കാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ. പ്രിയ ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. ഹെർ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ
2016-17 വാസ് rupees 2 lakh. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ക്ലോസിംഗ് ക്യാപിറ്റലാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് ക്യാപിറ്റലാണ് നമുക്ക് തന്നിരിക്കുന്നത് 2 lakh. ഡ്യൂറിങ് ദി ഇയർ ഷീ ഹാഡ് വിഡ്രോൺ rupees 30,000. ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ആ വർഷത്തെ ഡ്രോയിങ്സ് 30,000 ആണ്. ഹെർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് rupees 8,000. അതുപോലെ തന്നെ അവിടെ ക്യാപിറ്റലിൻ്റെ കൂടെ 8,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 8,000. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 10% പെർ ആനം. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നോക്കുക. ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. ആദ്യം തന്നെ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് ആരംഭിക്കണം. ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എഴുതി 2 lakh. അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 30,000 ആണ്. അപ്പോൾ ആ ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ 2 lakh 30,000 നീട്ടി. അതിനുശേഷം ഷെയർ ഓഫ് പ്രോഫിറ്റ് 8,000 ലെസ് ചെയ്യണം. ആ ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു, ഷെയർ ഓഫ് പ്രോഫിറ്റ് ലെസ് ചെയ്യുന്നു, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അതായത് ഇക്വേഷൻ ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു പീരിയഡ്. അതായത് 2 lakh നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പണിംഗ് ക്യാപിറ്റൽ 2,22,000 ഇൻറ്റു 10/100 ഇൻറ്റു 1 ചെയ്തു. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു പീരിയഡ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിയത് നമുക്ക് 2 lakhൻ്റെ കൂടെ 30,000 ആഡ് ചെയ്തപ്പോൾ 2,30,000, ഷെയർ ഓഫ് പ്രോഫിറ്റ് 8,000 ലെസ് ചെയ്തപ്പോൾ 2,22,000. അതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 10/100 ഇൻറ്റു 1 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 22,200.